ഹായ് ഫ്രണ്ട്സ്, നമുക്കപ്പം അടുത്ത വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഒരു ഇക്വിറ്റിയുടെ പ്രസന്റ് വാല്യൂ, ഇക്വിറ്റി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെ പ്രസന്റ് വാല്യൂവിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഡിവിഡൻസിനെ ഡിസ്കൗണ്ട് ചെയ്ത് ഇന്നത്തെ ക്യാഷ് ഫ്ലോയിൽ, ഇന്നത്തെ ടേംസിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇന്നത്തെ അതിന്റെ ഫെയർ വാല്യൂ കിട്ടുന്നത്, അതിന്റെ ഇൻട്രിൻസിക് വാല്യൂ കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് കുറച്ച് പേര് ചോദിച്ചു, ഈ ഡിവിഡൻസ് കൊടുക്കാത്ത കമ്പനീസിന്റെ എങ്ങനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന്. അപ്പം അത് വളരെ നല്ല ചോദ്യമാണ്. കാരണം ഇന്ത്യയിലായാലും ഇന്ത്യയുടെ പുറത്തായാലും എല്ലാം എല്ലാ കമ്പനീസും ഡിവിഡൻസ് കൊടുക്കണമെന്നില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വിറ്റിയുടെ വാല്യൂയിലേക്ക്, ഇക്വിറ്റിയുടെ കറന്റ് പ്രൈസിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം പഠിച്ചത് ഡിവിഡൻസിനെ ഡിസ്കൗണ്ട് ചെയ്ത് ഇന്നത്തെ ടേംസിലേക്ക് കൊണ്ടുവരുന്നതെന്ന്. അതായത് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലാണ് നമ്മൾ പഠിച്ചത്. ഇതേപോലെ വേറെ പല മോഡൽസും ഉണ്ട് നമുക്കൊരു ഇക്വിറ്റി വാല്യൂ ചെയ്യാനായിട്ട്. നിങ്ങൾ പറയുന്ന പോലെ ഡിവിഡൻസ് തരാത്ത കമ്പനീസിനെ വാല്യൂ ചെയ്യാനും നമുക്ക് വേറെ അധികം മോഡൽസ് ഉണ്ട്. സേ എക്സാമ്പിൾ ഫോർ ഫ്രീ ക്യാഷ് ഫ്ലോ ടു ദ ഇക്വിറ്റി, അങ്ങനെ തുടങ്ങിയ കുറെ ഇക്വേഷൻ ഉണ്ട്. എന്തായാലും കറന്റ്ലി നിങ്ങളുടെ CFA ലെവൽ 1 നിങ്ങൾ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ ആണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ, ആൻഡ് എല്ലാ വർഷവും ഡിവിഡൻഡ് കിട്ടുന്നുണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ എങ്കിലേ നമുക്ക് ഈ പറയുന്ന മോഡൽ DDM നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇംപ്ലൈഡ് റിട്ടേൺ ആൻഡ് ഇംപ്ലൈഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ 3 ടൈപ്പ് ഓഫ് ബോണ്ടും 3 കൈൻഡ് ഓഫ് ഇക്വിറ്റി സ്റ്റോക്കും, ഇക്വിറ്റിയുടെ ഷെയർസും എങ്ങനെയാണ് അതിന് നിങ്ങൾ ഇന്ന് നിങ്ങളൊരു ഇക്വിറ്റി ഷെയറോ ഒരു ബോണ്ടോ മേടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഐഡിയലി നിങ്ങൾ എത്ര രൂപ കൊടുക്കാൻ റെഡി ആയിരിക്കും എന്ന് നമ്മൾ ഇക്വേഷൻ വഴി, ഒരു ഫോർമുല വഴി നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, പ്രസന്റ് വാല്യൂ എന്തായിരിക്കും കൊടുക്കുന്നതെന്ന്. എന്നിട്ട് ഈ കിട്ടിയ പ്രസന്റ് വാല്യൂവിൽ നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യുന്ന നമുക്കൊരു വാല്യൂ കിട്ടും, ആ ഇക്വേഷൻ വഴി നമുക്കൊരു വാല്യൂ കിട്ടും. പക്ഷെ ആ വാല്യൂവിൽ ആയിരിക്കത്തില്ല നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലോ ബോണ്ട് മാർക്കറ്റിലോ ആ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. സോ നമുക്ക് കിട്ടിയ പ്രസന്റ് വാല്യൂവിനെ ഇപ്പൊ കറന്റ്ലി ട്രേഡ് ചെയ്യുന്ന പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് മേടിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ മാർക്കറ്റിൽ ഉള്ളി മേടിക്കാൻ പോകുമ്പോൾ നമ്മളുടെ കയ്യിൽ 10 രൂപയും കൊണ്ട് പോകുന്നു. 10 രൂപയോ 10 രൂപയിൽ താഴെയുമാണോ ഉള്ളിയുടെ വിലയെങ്കിൽ നമ്മൾ ആ മാർക്കറ്റിൽ നമ്മുടെ ആ എൻറ്റിറ്റി ഉള്ളി മേടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അത് മേടിക്കില്ല. സോ നമ്മൾ അതിന്റെ ഇൻട്രിൻസിക് വാല്യൂ വെച്ച് എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നടത്തുന്നതെന്നെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. സോ ഇപ്പം നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടി, അതായത് ഇക്വേഷൻ വെച്ച് നിങ്ങൾക്കൊരു വാല്യൂ കിട്ടി, നിങ്ങളുടെ ഫ്രണ്ടിന് സെയിം ഇക്വേഷൻ വെച്ച് വേറൊരു വാല്യൂ കിട്ടി. അതായത് ഈ രണ്ട് വാല്യൂസിനെയും വേർതിരിക്കുന്ന അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ബോണ്ടിന്റെ കേസിലാണെങ്കിൽ R ആണ്, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. നിങ്ങളുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആയിരിക്കത്തില്ല എന്റെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, നിങ്ങളുടെ കൂട്ടുകാരന്റെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് മൂന്നും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ, പക്ഷെ ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഫ്യൂച്ചർ വാല്യൂ ഒരു ബോണ്ടിന്റെ കേസിലാണെങ്കിൽ അത് മെച്യൂർ ആവുന്ന സമയത്ത് കിട്ടുന്ന ഫേസ് വാല്യൂ, അതിന്റെ ഓരോ ടൈം പീരിയഡിലും കിട്ടുന്ന കൂപ്പൺ പേയ്മെന്റ്, പിന്നെ ഇത്ര ടൈം ടു ലെഫ്റ്റ് മെച്യൂരിറ്റി, അതിന്റെ ടൈം ലെഫ്റ്റ് ഫോർ മെച്യൂരിറ്റി, ഇതെല്ലാം ഫിക്സ്ഡ് ആണ്. സോ ഇതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ആകെ കൂടി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫാക്ടർ R ആണ്, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അതുകൊണ്ടാണ് എന്റെ പ്രൈസും നിങ്ങളുടെ പ്രൈസും വേറൊരാളുടെ പ്രൈസും ഡിഫർ ചെയ്യുന്നത്. ഇക്വിറ്റിയുടെ കേസിലേക്ക് വരുമ്പം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കൂടാതെ ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റ് G ഉണ്ട്. സോ ഈ രണ്ട് വാല്യൂസും ആണ് എന്റെ വാല്യുവേഷനും നിങ്ങളുടെ വാല്യുവേഷനെയും ഡിഫർ ചെയ്യിക്കുന്നത്. സോ ഇത് നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പം മൈ പോയിന്റ് ഇസ് ദാറ്റ് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു പ്രസന്റ് വാല്യൂ കിട്ടി. നിങ്ങൾ ഇന്ന് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് മേടിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടി. പക്ഷെ ആക്ച്വലി ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. സോ നമ്മുടെ ഇക്വേഷനകത്ത്, ഓക്കെ, നമ്മൾ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ച ഇക്വേഷനകത്ത് ഈ പ്രസന്റ് വാല്യൂവിൽ PVയിൽ ആക്ച്വലി കറന്റ്ലി ഇപ്പം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് നമ്മൾ PVയിൽ ഇട്ട് കൊടുക്കുന്നു. ബാക്കി ഫേസ് വാല്യൂ ആയാലും ഡിവിഡൻസ് ആയാലും എല്ലാം ഇപ്പുറത്തെ റൈറ്റ് ഹാൻഡിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് R-ഉം G-യും കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് ഈ ഇംപ്ലൈഡ് റിട്ടേൺ ആൻഡ് ഇംപ്ലൈഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത്
ഇന്ന് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ടാവുക നിങ്ങളുടെ ഒരു റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 10% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രസന്റ് വാല്യൂ കിട്ടും. പക്ഷെ ആക്ച്വലി അത് ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് അതൊരു ഡിഫറെന്റ് പ്രൈസിലായിരിക്കും. സോ ആ ഡിഫറെന്റ് പ്രൈസ് എന്ന് പറയുന്നത് കളക്റ്റീവ്ലി ആ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ മാർക്കറ്റ് പാർട്ടിസിപ്പൻസും കളക്റ്റീവ് മാർക്കറ്റ് പാർട്ടിസിപ്പന്റ് മെജോറിറ്റി ഡിസിഷൻ ആണ്. മെജോറിറ്റിക്കും വേണ്ടത് ആ പെർട്ടിക്കുലർ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ മതി. സോ ആ ഇക്വിലിബ്രിയത്തിലാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പ്രൈസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് അതിൽ കൂടുതൽ പ്രൈസ് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ അതിൽ കുറഞ്ഞ പ്രൈസിൽ മേടിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്നും അവിടെ ബാധകമല്ല. നിങ്ങളുടെ പേഴ്സണൽ ചോയ്സസിന് അവിടെ കൺസിഡറേഷൻ ഇല്ല. അവിടെ എപ്പോഴും കളക്റ്റീവ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ഡിസിഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. So far we have learned about the equations to find the present value of bonds and equities. In the equations we always input R and sometimes G. അതായത് ഇക്വിറ്റിക്ക് നമ്മൾ ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റ് G ഉണ്ട്. The inputs that vary from investor to investor are required rate of return, and for equities the expected dividend growth rate also. All the future cash flows remain same among all the investors. ഞാൻ പറഞ്ഞു ക്യാഷ് ഫ്ലോസിൽ ഒരു വ്യത്യാസവും വരില്ല. ആ കൂടി വ്യത്യാസം വരുന്നത് ഈ ആറിലും നമ്മുടെ ജിയിലും ആയിരിക്കും. സോ ഓൾ ദ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് റിമെയിൻ സെയിം among all the investors. ഫോർ ഒരു ബോണ്ടിന്റെ കേസിലാണെങ്കിൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്ന കൂപ്പൺ പ്ലസ് പാർ, അതായത് അതിന്റെ ഫേസ് വാല്യൂ ആർ കോൺട്രാക്ച്വലി ഫിക്സ്ഡ് ആൻഡ് ഐഡന്റിക്കൽ ഫോർ ഓൾ ഇൻവെസ്റ്റേഴ്സ്. ഫോർ ഇക്വിറ്റീസ് ക്യാഷ് ഫ്ലോസ് ആർ എസ്റ്റിമേറ്റ്സ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു ഇക്വിറ്റീസിൽ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര ഡിവിഡൻഡ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. വി അസ്യൂം, നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കും. അതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ദീസ് ഇക്വേഷൻസ് വി അസ്യൂം സെറ്റ് ഓഫ് എക്സ്പെക്ടഡ് ക്യാഷ് ഫ്ലോ. ഞാൻ പറഞ്ഞു നമ്മൾ DDM വെച്ചാണ് ഡീൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും ഡിവിഡൻസ് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഇതിനെയാണ് നമ്മൾ ഇതാണ് ഒരു ഇംപ്ലൈഡ് റിട്ടേണിന്റെയും ഇംപ്ലൈഡ് ഗ്രോത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. Now after we have found out through the equations the price that we are willing to pay, we then compare it with the actual market price at which the financial instrument is currently trading. This actual market price is determined by the collective market participant. അതായത് മൊത്തമായിട്ടും മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്ര റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് എന്ന് നമ്മൾ ആ കളക്റ്റീവ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അവർക്ക് വേണ്ട റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അത് നമ്മുടെ റിട്ടേണുമായിട്ട് വ്യത്യസ്തമായിരിക്കും. സോ ആ റിട്ടേണിനെ ഇപ്പം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന കറന്റ് പ്രൈസ് വെച്ചിട്ട് അതിന്റെ റിട്ടേൺസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിനെയാണ് ഇംപ്ലൈഡ് റിട്ടേൺ എന്ന് പറയുന്നതും. പിന്നെ ആ ഇക്വിറ്റിയുടെ കേസിലാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന കറന്റ് പ്രൈസ് വെച്ചിട്ട് നമ്മൾ ഇക്വേഷനിലെ G കണ്ടുപിടിക്കുന്നതിനെയാണ് ഇംപ്ലൈഡ് ഗ്രോത്ത് എന്നും പറയുന്നത്. We then decide if we should invest or not. Alternatively, with respect to the equation, if we know the current market price, ഞാൻ പറഞ്ഞു current market price along with the expected cash flows, അതായത് dividends അല്ലെങ്കിൽ coupons and the time horizon, ഇതെല്ലാം ഫിക്സ്ഡ് ആണ്, ടൈം ഹൊറൈസണും ഫിക്സ്ഡ് ആണ്. Then we can solve backwards for the implied R, and in case of equities the implied G. സെയിം നമ്മൾ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്. ആ ഇക്വേഷനിൽ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് PV എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇനി PVയുടെ സ്ഥലത്ത് കറണ്ട് ട്രേഡിംഗ് പ്രൈസ്, ഇപ്പൊ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ഇക്വേഷൻ, ആ സെയിം ഇക്വേഷനിൽ നിന്ന് RO GO കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് റിട്ടേൺ അല്ലെങ്കിൽ ഇംപ്ലൈഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. The R that we found out through this way is the implied return rate. That is the return rate demanded by the collective market participant. എന്റെ റിട്ടേണോ നിങ്ങളുടെ റിട്ടേണോ അല്ല, മൊത്തമായിട്ട് ആ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്ന റിട്ടേൺ റേറ്റിനെയാണ് ഇംപ്ലൈഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അതൊരു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു റിട്ടേൺ ആണ്. ഹിയർ യുവർ പേഴ്സണൽ പ്രിഫറൻസ് ഹാവ് നോ വാല്യൂ. ഒരു ബോണ്ടിന്റെ കേസിൽ ഈ കിട്ടുന്ന ഇംപ്ലൈഡ് റിട്ടേൺ ആറിന്റെ പേരാണ് YTM എന്ന് പറയുന്നത്, yield to maturity. നമ്മൾ YTM പറ്റി വിശദമായിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചിരുന്നു. സോ ഈ ഇംപ്ലൈഡ് റിട്ടേൺ R എന്ന് പറയുന്നത് ഒരു ബോണ്ടിന്റെ കേസിൽ yield to maturity ആണ്. ഞാൻ അഗെയിൻ ഒന്ന് റിവൈസ് ചെയ്യാം. yield to maturity എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രൈസിൽ നിങ്ങൾ ഒരു ബോണ്ട് മേടിക്കുന്നുണ്ടെങ്കിൽ അതിനെ മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതിനെ മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ ആണ് ഈ ഇംപ്ലൈഡ് റിട്ടേൺ എന്ന് പറയുന്നത്, ആർ എന്ന് പറയുന്നത്. പ്രൊവൈഡഡ് നിങ്ങൾക്ക് കിട്ടുന്ന കൂപ്പൺ പേയ്മെന്റ്സും എല്ലാം നിങ്ങൾ തിരിച്ച് ഇതേ ഇംപ്ലൈഡ് റിട്ടേണിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. പിന്നെ അതിനെപ്പറ്റി ഫ്യൂച്ചർ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാം, എന്തെങ്കിലും ജസ്റ്റ് ഒന്നും പറഞ്ഞതേ ഉള്ളൂ. പിന്നെ G is the implied growth rate. G is the implied growth rate of dividends. That is the dividend growth rate expected by the collective market participant. ഒരു ഇക്വിറ്റി വാല്യുവേഷന്റെ സ്ഥലത്ത് നമുക്ക് രണ്ട് അൺനോൺസ് ഉണ്ട്. ഒന്ന് അവർ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണും, ഒന്ന് ഏത് റേറ്റിലായിരിക്കും ഡിവിഡൻസ് ഗ്രോ ചെയ്യുന്നത്. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫിക്സ്ഡ് ആക്കി വെച്ചാലേ നമുക്ക് മറ്റേത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം now let us take one by one the equations of 3 bonds and 3 equities to identify their implied return and implied growth. ഈ വീഡിയോയിൽ ഞാൻ ബോണ്ടിന്റെ മാത്രമേ പറയത്തുള്ളൂ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഇക്വിറ്റീസിന്റെ കാണാം. അപ്പം ആദ്യമേ ഫസ്റ്റ് നമ്മൾ പഠിച്ച ഏത് കൈൻഡ് ഓഫ് ബോണ്ട് ആണ്? ഡിസ്കൗണ്ട് ബോണ്ട്. ഡിസ്കൗണ്ട് ബോണ്ടിന്റെ പ്രസന്റ് വാല്യൂ, നിങ്ങൾ ഇന്ന് ഒരു ഡിസ്കൗണ്ട് ബോണ്ട് മേടിക്കാൻ എത്ര രൂപ കൊടുക്കാൻ വില്ലിംഗ് ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ് PV = FV ഡിവൈഡഡ് ബൈ 1 + R the whole raised to T, അല്ലെ? ദിസ് ഈസ് ദ ഇക്വേഷൻ ദാറ്റ് വി ലേൺ പ്രീവിയസ്ലി. ഇതിനകത്ത് ഡിസ്കൗണ്ട് ബോണ്ടിൽ നമുക്കറിയാം രണ്ട് ക്യാഷ് ഫ്ലോയെ നടക്കുന്നുള്ളൂ, ഒരു ക്യാഷ് ഇൻഫ്ലോയും ഒരു ക്യാഷ് ഔട്ട്ഫ്ലോയും. നിങ്ങൾ മേടിക്കാൻ കൊടുത്ത പ്രൈസും നിങ്ങൾക്ക് ഫൈനലി മെച്യൂരിറ്റിയുടെ സമയത്ത് കിട്ടുന്ന ഒരു ഫേസ് വാല്യൂ, ഇത് രണ്ടുമാണ് ഇതിനകത്ത് നടക്കുന്ന ക്യാഷ് ഫ്ലോ. വേറെ ഒരു ക്യാഷ് ഫ്ലോയും കൂപ്പൺ പേയ്മെന്റ്സ് ഇതിനകത്ത് നടക്കുന്നില്ല. പിന്നെ ഈ ഇക്വേഷനകത്തുനിന്ന് നമ്മൾ ആറിനെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ട് ഇപ്പുറത്ത് ഇടുന്നു. അതായത് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പ്രൈസിൽ ഇത് ട്രേഡ് ചെയ്യുന്നുണ്ടാവാം, അതിന്റെ ഫേസ് വാല്യൂ നമുക്കറിയാം, റിമൈനിങ് ടൈം ടു മെച്യൂരിറ്റി നമുക്കറിയാം. എന്നിട്ട് ഈ ആറിനെ, അതായത് ഇവിടെ നമ്മുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ല, ആ കളക്റ്റീവ്ലി ആ മാർക്കറ്റിൽ എത്രയാണ് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന റിട്ടേൺ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആറിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഇടുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്നതാണ് ഇംപ്ലൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് YTM എന്ന് പറയുന്നത്, yield to maturity. അതായത് നിങ്ങൾ ഇപ്പോ കറന്റ്ലി ട്രേഡ് ചെയ്യുന്ന ഈ പ്രൈസിൽ നിങ്ങൾ ആ ബോണ്ട് മേടിച്ചാൽ, എന്നിട്ട് ലെറ്റ് us assume that you are holding the bond till maturity, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന റിട്ടേൺസിന്റെ പേരാണ് ഇംപ്ലൈഡ് റിട്ടേൺ അല്ലെങ്കിൽ yield to maturity എന്ന് പറയുന്നത്. പെർ ഇയർലി ആണ്, പെർ ഇയർ. സോ ഇതാണ് ഇംപ്ലൈഡ് പീരിയോഡിക് റിട്ടേൺ ഫോർ എ ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒരു 10 ഇയർ ഡിസ്കൗണ്ട് ബോണ്ട് ഉണ്ട്, അത് രണ്ട് ആൾക്കാർ ഹോൾഡ് ചെയ്തു എന്ന് വെച്ചേക്കുക. ആദ്യത്തെ പുള്ളി ആദ്യത്തെ 6 വർഷം ഹോൾഡ് ചെയ്തു, എന്നിട്ട് ഇൻവെസ്റ്റർ ബിക്ക് അത് വിറ്റു. അങ്ങനെ ചെയ്തപ്പം പുള്ളിക്കാരന് കിട്ടിയ റിട്ടേൺസ് എന്ന് പറയുന്നത് -0.81% ആണ്. അതായത് ആദ്യത്തെ പുള്ളി മേടിച്ച് രണ്ടാമത്തെ പുള്ളിക്ക് വിറ്റിയപ്പം ആദ്യത്തെ പുള്ളിയുടെ റിട്ടേൺസ് 0.81. പിന്നെ രണ്ടാമത്തെ പുള്ളി മേടിച്ച് പുള്ളി റിമൈനിങ് 4 വർഷം അത് ഹോൾഡ് ചെയ്തു. മെച്യൂരിറ്റിയുടെ സമയത്ത് പുള്ളിക്കാരന് ഫേസ് വാല്യൂ ആയ 100 രൂപയും കിട്ടി. പുള്ളിക്കാരന്റെ റിട്ടേൺ എന്ന് പറയുന്നത് 1.10% ആണ്. അതായത് 10 വർഷത്തെ ബോണ്ടില് 6 വർഷത്തെ റിട്ടേൺസും കിട്ടി, 4 വർഷത്തെ റിട്ടേൺസും കിട്ടി. ഇത് രണ്ടും കിട്ടിയെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ റിട്ടേൺ ഫോർ ദ ഫുൾ ലൈഫ് ഓഫ് ദ ബോണ്ട്, അഥവാ ബോണ്ട് ഇഷ്യൂ ചെയ്തപ്പോൾ ഉള്ള yield to maturity എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇത് ബിയുടെ റിട്ടേണും ഇത് എന്റെ റിട്ടേണും ഇത് ബിന്റെ റിട്ടേണും നമ്മൾ ഇക്വേഷനിലിട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1 + R1 × 1 + R2 1 + R1 the whole raised to A and 1 + R2 the whole raised to B the whole raised to 1/10. നമ്മൾ 10 വർഷം ആണ് ഹോൾഡ് ചെയ്യുന്നത്, അതിനെ ഇയർലിയിലേക്ക് കൊണ്ടുവരണം അല്ലേ? അതിനാണ് 1/10 ചെയ്ത് -1. നമ്മൾ ഇത് ഓൾറെഡി കവർ ചെയ്തിരുന്നു. എന്നിട്ട് 1 - ഇൻവെസ്റ്റർ എയുടെ റിട്ടേൺ, ഇൻവെസ്റ്റർ എ എത്ര നാൾ ഹോൾഡ് ചെയ്തു, ഇൻറ്റു ഇൻവെസ്റ്റർ ബിയുടെ റിട്ടേൺ, ഇൻവെസ്റ്റർ ബി എത്ര നാൾ ഹോൾഡ് ചെയ്തു, the whole raised to 1/10. അതായത് ഇവര് രണ്ടുപേരും എത്ര നാളാണ് ഹോൾഡ് ചെയ്ത് എന്നതിന്റെ സമ്മാണ് ഈ 10 എന്ന് പറയുന്നത്. 10 വർഷമല്ലേ ബോണ്ട് ഹോൾഡ് ചെയ്ത്, -1 ചെയ്യുമ്പോഴത്തേനും -0.05% പെർ ആനം ആണ് നമുക്ക് ഇതിന്റെ yield to maturity അഥവാ ഇംപ്ലൈഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, this is the YTM, -0.05 is the YTM for the full life of the bond, meaning that
if a person bought this discount bond when it was issue ചെയ്യുന്ന സമയത്ത് ഈ ബോണ്ട് മേടിച്ച് അതിനെ ഫുൾ മെച്യൂരിറ്റി, അതിന്റെ മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്ത് അതിന്റെ കിട്ടുന്ന കൂപ്പൺ പേയ്മെന്റ്, ഇവിടെ കൂപ്പൺ പേയ്മെന്റ് ഇല്ല, ഇനി അഥവാ കൂപ്പൺ പേയ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെയും നമ്മൾ YTMൽ അതിന്റെ YTMൽ റീഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പുള്ളിക്കാരന് ഫുൾ ലൈഫ് ഓഫ് ദ ബോണ്ടിൽ പുള്ളിക്കാരന് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 0.5% പെർ ആനം ആണ്, -0.5% പെർ ആനം. അതായത് നിങ്ങളൊന്നും കൺസിഡർ ചെയ്ത് നോക്കിയേ, ഞാൻ ഒരു പ്രോപ്പർട്ടി മേടിച്ച് 10 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പം എനിക്ക് അതിൽ നിന്ന് പോസിറ്റീവ് റിട്ടേൺസ് അല്ല കിട്ടുന്നത്, എനിക്ക് അതിൽ നിന്ന് നെഗറ്റീവ് റിട്ടേൺസ് ആണ് കിട്ടുന്നത്. സോ എന്തിനാണ് അവിടെ അങ്ങനെയുള്ള ആൾക്കാർ നെഗറ്റീവ് ആയിട്ടുള്ള റിട്ടേണിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? വാട്ട് ഡസ് ദ നെഗറ്റീവ് yield ടു മെച്യൂരിറ്റി സിഗ്നിഫൈ ചെയ്യുന്ന എന്താണ്? എൻ്റെ അടുത്ത് ഒരാൾ വന്ന് 100 രൂപ ചോദിച്ചു, പക്ഷെ ഞാൻ 100ൽ കൂടുതൽ രൂപ കൊടുത്തു. അതാണ് നെഗറ്റീവ് yield ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇഫ് ടെൽസ് ദാറ്റ് എ ബോറോവർ ആസ് ഫോർ 100 rupees, അതായത് നമ്മളിത് പഠിച്ചിരുന്നു യൂറോ സോണിൽ അവിടെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നുപോയപ്പം അവരുടെ ബോണ്ടിന്റെ ഡിമാൻഡ് കൂടിയിട്ട് ദ പീപ്പിൾ വെയർ വില്ലിംഗ് ടു പേ മോർ ദാൻ ദ ഫേസ് വാല്യൂ. അങ്ങനെയാണ് നമുക്ക് yield ടു മെച്യൂരിറ്റി നെഗറ്റീവ് ആയത്. സോ ആകെ കൂടി ഇപ്പം സേ യൂറോ സോണിലുള്ള ഒരു കൺട്രി 100 രൂപയാണ് ചോദിച്ചത്, പക്ഷെ ദ ഇൻവെസ്റ്റേഴ്സ് വെയർ വില്ലിംഗ് ടു ഗീവ് മോർ ദാൻ 100 rupees ഫോർ ദാറ്റ് 100 ഫേസ് വാല്യൂ. സോ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ ഡിസ്കൗണ്ട് ബോണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പീരിയോഡിക് ബോണ്ടിന്റെ ഇംപ്ലൈഡ് റിട്ടേൺ അഥവാ YTM. നിങ്ങളിത് മനസ്സിൽ അടിച്ചുറച്ച് വെക്കുക. ബോണ്ടിന്റെ ഇംപ്ലൈഡ് റിട്ടേൺ എന്ന് പറയുന്നത് അതിന്റെ yield ടു മെച്യൂരിറ്റി ആണ്. ഓക്കെ, ഇപ്പൊ പീരിയോഡിക് ബോണ്ടിന്റെ പ്രസന്റ് വാല്യൂ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നു. അതിന്റെ ഓരോ വർഷവും കിട്ടുന്ന അതിന്റെ കൂപ്പൺ പേയ്മെന്റ് പ്ലസ് അതിന്റെ മെച്യൂരിറ്റി സമയത്ത് കിട്ടുന്ന അതിന്റെ ഫേസ് വാല്യൂവിനെ ഡിസ്കൗണ്ട് ചെയ്ത് ഇന്നത്തെ ടേംസിലേക്ക് കൊണ്ടുവരുന്നതാണ് നമുക്ക് അതിന്റെ ഇതെന്ന് പറയുന്നത് അല്ലെ, അതിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്, പ്രസന്റ് വാല്യൂ. ഇനി ഇതിന്ന് എഗെയിൻ നമ്മൾ മാർക്കറ്റിൽ ഒരു പ്രസന്റ് വാല്യൂവിലായിരിക്കും, ഒരു പ്രൈസിലായിരിക്കും ഇത് ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. സോ ആ പ്രസന്റ് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എല്ലാ ടൈം പീരീഡിലും നമുക്ക് കിട്ടുന്ന കൂപ്പൺ പേയ്മെന്റ് അറിയാം, ഫൈനൽ മെച്യൂരിറ്റി സമയത്ത് കിട്ടുന്ന ഫേസ് വാല്യൂ നമുക്കറിയാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് 6 കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടി. അതായത് ഇംപ്ലൈഡ് റിട്ടേൺ എന്ന് പറയുന്ന ഈ 6 അഥവാ yield ടു മെച്യൂരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 6നെ എല്ലാം നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് ബാക്കി എല്ലാ ടേംസിനെയും നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരണം. പക്ഷേ ദിസ് YTM അല്ലെങ്കിൽ ഇംപ്ലൈഡ് R cannot be solved using an equation. ഇക്വേഷൻ വെച്ച് പറ്റും, പക്ഷെ നമുക്ക് കുറെ ട്രയൽ ആൻഡ് എറർ വരും. അതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകാതെ ഡയറക്ട്ലി നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് നമുക്കൊരു പീരിയോഡിക് ബോണ്ടിന്റെ yield ടു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഇംപ്ലൈഡ് റിട്ടേൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ക്യാഷ് ഫ്ലോ ഫംഗ്ഷനും IRRും വെച്ചിട്ടാണ് നമുക്ക് ആ ഇക്വേഷന്റെ അല്ലെങ്കിൽ ഈ പീരിയോഡിക് ബോണ്ടിന്റെ ഇംപ്ലൈഡ് റിട്ടേൺ നമുക്ക് കിട്ടുന്നത്. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് അടുത്ത ബോണ്ടിൽ, അതായത് ലെവൽ പേയ്മെന്റ് ബോണ്ടിന്റെ കേസിൽ നമുക്ക് വരുന്നത്. ഇവിടെയും നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു പ്രൈസ് ഉണ്ടാവും, ഒരു ലെവൽ പേയ്മെന്റ് ബോണ്ട് ഇന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു പ്രൈസ് ഉണ്ടാവും. എ എന്ന് പറഞ്ഞാൽ എല്ലാ ടൈം പീരീഡിലും നമുക്ക് കിട്ടുന്ന അന്യൂറ്റി. ഈ അന്യൂറ്റിക്കകത്ത് നമ്മുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റും ഉണ്ടാവും, പ്ലസ് അതിനകത്ത് ഒരു നമ്മുടെ പ്രിൻസിപ്പൽ പേയ്മെന്റും ഉണ്ടാവും അല്ലെ. അതിന്റെ ഫേസ് വാല്യൂയുടെ ഒരു ഭാഗവും ഉണ്ട്, നമുക്ക് കിട്ടുന്ന കൂപ്പൺ പേയ്മെന്റും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ആന്യൂറ്റിയിൽ. സോ ഇതാണ് അതിന്റെ ടോട്ടൽ ഇക്വേഷൻ. ഇതിൽ 6നെ എല്ലാം നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ബാക്കി എല്ലാ ടേംസിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ലെവൽ പേയ്മെന്റ് ബോണ്ടിന്റെ ഇംപ്ലൈഡ് റിട്ടേൺ കിട്ടുന്നത്. ഇവിടെയും നമുക്ക് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷേ കാൽക്കുലേറ്ററിൽ വെച്ച് ക്യാഷ് ഫ്ലോ ഫംഗ്ഷൻ വെച്ച് നമുക്ക് ഇതിന്റെ ഇംപ്ലൈഡ് റിട്ടേൺ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ലെവൽ പേയ്മെന്റിന്റെയും പിന്നെ നമ്മുടെ പീരിയോഡിക് ബോണ്ടിന്റെയും നമുക്ക് TVM റോ വെച്ചും കിട്ടും. പക്ഷെ ഇടയ്ക്ക് വെച്ച് വിൽക്കുകയോ വേറൊരാൾ മേടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ഫ്ലോ ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടി വരും. ഇനി പോയിന്റ്സ് ടു നോട്ട് ഫോർ ലെവൽ പേയ്മെന്റ് ആൻഡ് പീരിയോഡിക് ബോണ്ട്. ലെവൽ പേയ്മെന്റും പീരിയോഡിക് ബോണ്ടിന്റെയും എന്താണ് കോമൺ? ഇവിടെ ക്യാഷ് ഫ്ലോസ് ഒന്നിൽ അധികം ഉണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ട് ബോണ്ടിലാണെങ്കിൽ നമ്മൾ മേടിക്കുന്ന ഒരു ക്യാഷ് ഫ്ലോ ഉണ്ട്, നമ്മൾ അത്
മെച്യൂർ ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ക്യാഷ് ഫ്ലോ ഉണ്ട്. ഈ രണ്ട് ക്യാഷ് ഫ്ലോയെ ഡിസ്കൗണ്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ ലെവൽ പേയ്മെന്റിലോ പീരിയോഡിക് ബോണ്ടിലോ അതിന്റെ ഇടയ്ക്ക് കൂപ്പൺ പേയ്മെന്റോ അന്യൂറ്റി പേയ്മെന്റോ അതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായതുകൊണ്ട് അവിടെ ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടിലധികം ക്യാഷ് ഫ്ലോസ് ഇവിടെ നടക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ 2-3 പോയിന്റ് ശ്രദ്ധിച്ചിരിക്കണം. അതായത് ആസ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ മണി വെയ്റ്റഡ് റിട്ടേൺ ഈസ് ഈക്വൽ ടു yield to maturity ഈസ് ഈക്വൽ ടു ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ സെക്ഷൻ നമ്മൾ നേരത്തെ വീഡിയോയിൽ കവർ ചെയ്ത ഈ സെക്ഷനിൽ പറഞ്ഞ പോലെ വൈൽ കാൽക്കുലേറ്റിംഗ് ദ ഇംപ്ലൈഡ് റിട്ടേൺ അതായത് YTM of an annuity or a coupon bond, we always assume the future cash flows are also reinvested at the YTM itself. എന്താണ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്? പീരിയോഡിക് ബോണ്ടിന്റെ സ്ഥലത്ത് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് അതിന്റെ കൂപ്പൺ പേയ്മെന്റ് ആണ്. എല്ലാ ടൈം പീരീഡും കിട്ടുന്ന കൂപ്പൺ പേയ്മെന്റും പിന്നെ നമ്മുടെ ലെവൽ പേയ്മെന്റിന്റെ സ്ഥലത്ത് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എല്ലാ ടൈം പീരീഡിലും നമുക്ക് കിട്ടുന്ന അന്യൂറ്റിയാണ്. അന്യൂറ്റിക്കകത്ത് കൂപ്പൺ പേയ്മെന്റിന്റെ ഒരു ഭാഗവും ഉണ്ട്, പ്രിൻസിപ്പിളിന്റെ ഒരു ഭാഗമുണ്ട്. ഞാൻ വിശദമായിട്ട് ആ ലോൺ ഷെഡ്യൂളിനകത്ത് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന EMIക്കകത്ത് ലോണിന്റെ ഒരു ഭാഗവും ഇൻട്രസ്റ്റിന്റെ ഭാഗവും അടഞ്ഞു പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഇനി yield to മെച്യൂരിറ്റിയുടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ, നമുക്കൊരു 10-year കൂപ്പൺ ബോണ്ടിന്റെ എക്സാമ്പിൾ എടുക്കാം. അതിന്റെ ഫേസ് വാല്യൂ $100 ആണ്. കൂപ്പൺ എന്ന് പറയുന്നത് 2%ആണ്. 2% ഓഫ് 100 എന്ന് പറയുമ്പോഴത്തേനും എല്ലാ വർഷവും നമുക്ക് $2 വെച്ച് കിട്ടും. എല്ലാ വർഷവും എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്? ഇവിടെ പെയ്ഡ് ആനുവലി ആണ്. കൂപ്പൺ ഈസ് പെയ്ഡ് ആനുവലി എന്ന് കണ്ടു. ഇനി a person purchases it at issuance, അതായത് ഈ ബോണ്ട് എപ്പോഴാണോ ഇഷ്യൂ ചെയ്തത് ആ കറക്റ്റ് സമയത്ത് ഒരു പേഴ്സൺ ഇത് മേടിച്ചു. അതായത് 100 രൂപയ്ക്കാണ് പുള്ളി മേടിച്ചത്. പുള്ളിക്കാരന് 2% കൂപ്പൺ പേയ്മെന്റ് ധാരാളമായിരുന്നു. അതായത് പുള്ളിക്കാരന് 2-ൽ കൂടുതൽ കൂപ്പൺ ആവശ്യമില്ല, ജസ്റ്റ് ആ 2% റിട്ടേൺ മതി ഇയർലി. 2%-ൽ കൂടുതൽ റിട്ടേൺ വേണമായിരുന്നെങ്കിൽ പുള്ളി എന്ത് ചെയ്തേനെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. 2%-ൽ കൂടുതൽ റിട്ടേൺ വേണമെങ്കിൽ പുള്ളി ഈ 100 രൂപ കൊടുക്കാൻ റെഡി ആവത്തില്ല, 100-ൽ താഴെ രൂപയെ കൊടുക്കുകയുള്ളൂ. such that his return is equal to 3%. അത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും പുള്ളി ബാർഗെയിൻ ഒന്നും ചെയ്യാൻ നിന്നില്ല. ആ ബോണ്ട് തരുന്ന 2% കൂപ്പൺ മതി പുള്ളിക്കാരൻ എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരൻ 100 രൂപ കൊടുത്ത് ഈ ഇൻസ്ട്രുമെന്റ് മേടിക്കുകയാണ്, ഈ ബോണ്ട് മേടിക്കുകയാണ്. അതായത് പുള്ളിക്കാരന്റെ yield to maturity നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ മേടിക്കുന്ന ആള് അത് മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്യും എന്നുള്ള അസംഷനിലാണെങ്കിൽ പുള്ളിക്കാരന് കിട്ടുന്ന yield, അതായത് ഓരോ വർഷവും കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് 2% ആണ് അല്ലേ. കാരണം ആ കൂടി പുള്ളിക്കാരന് കിട്ടുന്ന റിട്ടേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂപ്പൺ ആണ്. സോ ആ പേഴ്സൺ 2% per annum ആണ് ആ വ്യക്തിയുടെ yield to maturity എന്ന് പറയുന്നത്. His only return is the annual $2 coupon. Here we assume the coupon he receives every year, അതായത് എല്ലാ വർഷവും കിട്ടുന്ന കൂപ്പൺ പേയ്മെന്റ് ആയിട്ടുള്ള $2 is again reinvested at that YTM of 2 itself. again reinvest ചെയ്യുന്നു. കിട്ടിയ കൂപ്പൺ പുള്ളിക്കാരൻ ചെലവാക്കുകയല്ല, അതിനെയും പുള്ളിക്കാരൻ 2%-ൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. every time he gets a coupon we assume there exists another fixed income investment opportunity where he gets 2% per annum, but that rarely happens because interest rate always change. അതായത് പുള്ളിക്കാരന് അടുത്ത വർഷം ഈ $2 കൂപ്പൺ കിട്ടുമ്പം അവിടെ ഈ 2%-ൽ കൂപ്പൺ തരുന്ന ബോണ്ട് കാണണമെന്ന് ഒരു നിർബന്ധമില്ല. എങ്കിലും നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, we are assuming that he reinvests this coupon at 2% itself. ഇനി പുള്ളിക്കാരൻ ഇവിടെയാണ് പുള്ളിക്കാരൻ 100 രൂപ കൊടുത്തിട്ട് ആ ബോണ്ട് സ്വന്തമാക്കിയത്. അതായത് എല്ലാ വർഷവും ആ വ്യക്തിക്ക് $2 വെച്ചിട്ട് കൂപ്പൺ പേയ്മെന്റ് കിട്ടും, എല്ലാ വർഷവും കിട്ടും. എന്നിട്ട് ലാസ്റ്റ് ഇയർ ആകുമ്പം $2 കൂപ്പണിന്റെ കൂടെ $100 ഫേസ് വാല്യൂ കിട്ടും. അതാണ് ആ വ്യക്തിക്ക് കിട്ടുന്ന ടോട്ടൽ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്, ഒരു 10 വർഷത്തെ ക്യാഷ് ഫ്ലോസ്. ഇവിടെ ഈ പോയിന്റിൽ പുള്ളി മേടിക്കുന്ന ഈ പോയിന്റിൽ നമുക്ക് YTM yield to maturity കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ we assume that he is going to hold the bond till maturity അല്ലെ, എങ്കിൽ മാത്രമേ നമുക്ക് YTM കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഈ വ്യക്തി 2ാമത്തെ ഇയർ ആയപ്പോഴത്തേക്കിനും എന്തോ കാരണത്താൽ ഈ ബോണ്ട് വിൽക്കാൻ ഉദ്ദേശിച്ചു, അത് വിറ്റു. അത് മേടിച്ചത് വേറൊരു പുള്ളിയാണ്. ബോണ്ട് ബി എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റർ ബി വന്നിട്ട് പറഞ്ഞു, ശരി നിങ്ങൾ എന്തായാലും വിൽക്കാൻ പോവല്ലേ, ഞാൻ മേടിച്ചോളാം എന്നും പറഞ്ഞ് പുള്ളി
ഈ എ ഇൻവെസ്റ്റർ, ആദ്യത്തെ ഇൻവെസ്റ്ററിന്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. മേടിക്കുമ്പോഴത്തേക്കിനും പുള്ളി ഏത് പ്രൈസ് ആയിരിക്കും കൊടുക്കുന്നത്? ഇവിടെ 100 രൂപയ്ക്കാണ് ഈ വ്യക്തി മേടിച്ചത്, ഇൻവെസ്റ്റർ എ വിൽക്കാൻ നേരത്ത് രണ്ടാമത്തെ വർഷവും ആ ബോണ്ട് ട്രേഡ് ചെയ്യുന്നത് 100 രൂപയാണെന്ന് വെച്ചോളൂ. അതായത് വേറെ ഒരു ഇൻട്രസ്റ്റ് റേറ്റിലോ ഒരു രീതിയിലുള്ള മാറ്റവും വന്നില്ല. അതായത് $2 തന്നെ മതി എന്നാണ് ആൾക്കാരുടെ അപ്പോഴത്തെയും എക്സ്പെക്ടേഷൻ. ഞാൻ പറഞ്ഞു കളക്റ്റീവ് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ അപ്പോഴും 100 രൂപ തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാ വർഷവും $2 കൂപ്പൺ കിട്ടിയാൽ മതി, $2 കൂപ്പൺ കിട്ടിയാൽ മതി എന്നാണ് കളക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻ. അതുകൊണ്ട് ഇൻവെസ്റ്റർ എ വിൽക്കുന്നതും 100 രൂപ, ഇൻവെസ്റ്റർ ബി മേടിക്കാൻ വരുന്നതും 100 രൂപയ്ക്കാണ്. ഇവിടെയും ഇൻവെസ്റ്റർ ബി 100 രൂപയ്ക്ക് മേടിച്ചാൽ പുള്ളിക്കാരന്റെയും yield to maturity അഗെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇൻവെസ്റ്റർ ബി അതിന്റെ മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഇൻവെസ്റ്റർ ബിക്ക് കിട്ടുന്നത് എല്ലാ വർഷവും $2 കൂപ്പൺ പേയ്മെന്റ് ആണ് അല്ലെ. ഈ $2 കൂപ്പൺ പേയ്മെന്റ് ആണ് ഇൻവെസ്റ്റർ ബിക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റർ ബിന്റെ yield to maturity എന്ന് പറയുന്നത് 2% per annum ആണ്. Again, we assume that he will reinvest this $2 coupon at another investment opportunity where he will get 2% per annum. But that rarely happens. കാരണം ഇങ്ങനെയല്ല റിയലിസ്റ്റിക്കലി ഒരു ബോണ്ടിന്റെ പ്രൈസ് ഒരു ബോണ്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. Again, ഇവിടെ കളക്റ്റീവ് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് $100 ആണെന്ന് പറഞ്ഞു രണ്ടാമത്തെ വർഷം. ഇനി അഥവാ രണ്ടാമത്തെ വർഷം ആയപ്പോഴത്തേക്കിനും കളക്റ്റീവ് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ 100-ൽ നിന്നും വ്യത്യസ്തമായി. അതായത് ഇവിടെ 100-ൽ കൂടുതലോ 100-ൽ കുറവോ വിലയിലാണ് ഈ വ്യക്തി മേടിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റർ എ വിൽക്കുന്നതും ഇൻവെസ്റ്റർ ബി മേടിക്കുന്നതും 100 അല്ല, പകരം 100-ൽ താഴെയോ 100-ൽ മേലെ ഉള്ള പ്രൈസിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ 100 രൂപയ്ക്കും മേലെ പ്രൈസ് കൊടുത്ത് ഇൻവെസ്റ്റർ ബി അത് മേടിക്കുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ ബിയുടെ yield to maturity അല്ലെങ്കിൽ എവറി ഇയറിൽ പുള്ളിക്കാരന് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് 2% താഴെയായിരിക്കും. കാരണം എനിവേ ഹിസ് കൂപ്പൺ പേയ്മെന്റ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇയർലി ഈസ് $2. ഈ $2 എന്ന് പറയുന്നത് 100 റുപ്പീസിന്റെ 2% ആയിരുന്നു അല്ലെ. പക്ഷെ 105 റുപ്പീസിന്റെ 2%-ൽ താഴെയാണ്. അതായത് ഹിസ് റിട്ടേൺസ് പെർ ഇയർ വിൽ ബി ലെസ് ദാൻ 2%. അതായത് പുള്ളിക്കാരന്റെ വി ആർ അസ്യൂമിങ് ദാറ്റ് ഹി ഈസ് ഹോൾഡിംഗ് ദ ബോണ്ട് ടിൽ മെച്യൂരിറ്റി. അപ്പം ഹിസ് yield to maturity എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ആയിരിക്കും. ലെറ്റ്സ് ഫോർ ദ സേക്ക് ഓഫ് ദിസ് ആർഗ്യുമെന്റ് നമുക്കതിനെ 1.5% എന്ന് എടുക്കാം. ഇത് ജസ്റ്റ് അസ്യൂം ചെയ്യുക, ഇതല്ല അതിന്റെ വാല്യൂ, ജസ്റ്റ് അസ്യൂം ചെയ്യുക 1.5% ആണ്. അതായത് 2%-ൽ താഴെയാണ് yield. 100 രൂപയിൽ കൂടുതൽ പ്രൈസ് കൊടുത്ത് ഒരാൾ ബോണ്ട് മേടിച്ചാൽ അതിന്റെ yield കുറയും. 100 രൂപയിൽ നിന്നും yield കുറയും. When the price of the bond increases, its yield reduces. അതായത് ഈ yield, അതായത് ഇനി ഇങ്ങോട്ട് പുള്ളിക്കാരൻ ഈ ഇൻവെസ്റ്റർ ബിക്ക് കിട്ടുന്ന $2 കൂപ്പൺ we are assuming that this investor B is going to reinvest at 1.5%, not 2%. ഇതാണ് yield to maturity യുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ബോണ്ടിന്റെ yield to maturity എന്ന് പറയുന്നത് ഇംപ്ലൈഡ് റിട്ടേൺ ആണ്. സോ പ്രൈസ്, മേടിക്കുന്ന പ്രൈസും വിൽക്കുന്ന പ്രൈസും മാറിയാൽ അതിന്റെ ഇംപ്ലൈഡ് റിട്ടേൺ അല്ലെങ്കിൽ yield to maturity മാറും. ഇനി 100 രൂപയല്ല, 100 രൂപയിൽ താഴെ പ്രൈസ് കൊടുത്താണ് മേടിക്കുന്നതെങ്കിൽ yield will be more than 2%. അതായത് 2.5. ലെറ്റ്സ് ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് നമുക്ക് 2.5% എന്ന് എടുക്കാം. അതായത് ഈ ഇൻവെസ്റ്റർ ബിക്ക് ഇനി അങ്ങോട്ട് കിട്ടാൻ പോകുന്ന $2 കൂപ്പൺ പേയ്മെന്റ് we are assuming he will reinvest at 2.5% and not 2%. ഇതാണ് ഇംപ്ലൈഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഈ പ്രൈസിന്റെ വെച്ചിട്ട്, അതായത് പ്രസന്റ് വാല്യൂ വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ 6 കണ്ടുപിടിക്കുമ്പോൾ അത് നമുക്ക് 2% ആയിരിക്കത്തില്ല വരുന്നത്. എപ്പോൾ ഈ ട്രേഡ് ചെയ്യുന്ന കളക്റ്റീവ്ലി മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്ന
പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ ട്രേഡിംഗ് പ്രൈസ് 100-ൽ നിന്നും മാറിയാൽ ആ ബോണ്ടിന്റെ R അതായത് ഇംപ്ലൈഡ് റിട്ടേൺ അഥവാ yield to maturity ചേഞ്ച് ചെയ്യും. After 2 years, this person sold the bond to another person B. When he sells the bond or when investor B buys the bond, if the bond is still trading at 100, then B also has the same yield to maturity. അതായത് Bക്കും same yield to maturity ആണ്. നമ്മൾ അവിടുത്തെ assumption എന്താണ്? B also holds the bond till maturity. അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ investor B also has 2% per annum returns. He also gets $2 annual coupon on the bond, and we assume this $2 coupon is reinvested at his yield to maturity itself, that is 2%. But what if the bond is not trading at 100 when B buys it? Case 1, the bond trades at more than $100. The yield to maturity will be less than 2%. Let us assume 1.5%. In that case, when investor B buys the bond, we assume his $2 coupons that he gets every year are reinvested at his current yield to maturity of 1.5%. Bond price is inversely proportional to the implied return. Bond price അതിന്റെ yield to maturity എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ബോണ്ട് പ്രൈസ് കൂടിയാൽ yield കുറയും. കാരണം എന്താണ്, നമ്മൾ പഠിച്ചിരുന്നു പ്രസന്റ് വാല്യൂവിന്റെ ഇക്വേഷനിൽ R വരുന്നത് ഡിനോമിനേറ്ററിലാണ് അല്ലെ, അതുകൊണ്ടാണ് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയത്. ഇനി കേസ് 2-ൽ ബോണ്ട് ട്രേഡ്സ് അറ്റ് ലെസ് ദാൻ 100%. ഇവിടെ ബോണ്ടിന്റെ പ്രൈസ് ലെസ് ആയാൽ yield കൂടും. yield 2%-ൽ നിന്നും കൂടി ലെറ്റ്സ് അസ്യൂം അത് 3% ആയി. Then we assume that the $2 coupon he is getting every year after he buys the bond is getting reinvested at 3%. For a coupon bonds, the cash flows that are reinvested at the yield to maturity involves periodic interest only. കാരണം കൂപ്പൺ ബോണ്ടിൽ നമുക്ക് ആകെ കൂടി കിട്ടുന്ന പേയ്മെന്റ് ഇയർലി പീരിയോഡിക് ഇൻകം എന്ന് പറയുന്നത് അതിന്റെ കൂപ്പൺ ആണ് അല്ലെ. ഒരു ലെവൽ പേയ്മെന്റിന്റെ കേസിൽ നമുക്ക് കിട്ടുന്നത് ഓരോ അനുവിറ്റിയാണ്. ഓരോ പീരിയോഡിക്കിലും ഒരു പീരിയോഡിലും നമുക്ക് കിട്ടുന്നത് അനുവിറ്റിയാണ്. അനുവിറ്റിക്കകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ഇൻട്രസ്റ്റ് അതായത് കൂപ്പണിന്റെ ഒരു ഭാഗവും ഉണ്ട്, പ്ലസ് നമുക്ക് ഫൈനലി മെച്യൂരിറ്റിയിൽ കിട്ടുന്ന ഫേസ് വാല്യൂവിന്റെ ഒരു ഫാക്ടറും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ഇൻട്രസ്റ്റ് ആൻഡ് അമോർട്ടൈസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റിന്റെ ഒരു ഭാഗവും ഉണ്ട്, നമ്മുടെ ഫേസ് വാല്യൂയുടെ ഒരു ഭാഗവും ഉണ്ട്. ഇത് രണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നു അറ്റ് ദ സെയിം yield to maturity. ഇത് രണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതായത് yield to maturity ആണ് ഒരു ബോണ്ടിന്റെ റിട്ടേൺ എന്ന് പറയുന്നത്, ഒരു ഇംപ്ലൈഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ വി അസ്യൂം ദാറ്റ് ദ ബോണ്ട് ഈസ് ഹെൽഡ് ടിൽ മെച്യൂരിറ്റി ആൻഡ് വാട്ട് എവർ പീരിയോഡിക് ഇൻകം വി ആർ ഗെറ്റിംഗ് വി ആർ റീഇൻവെസ്റ്റിംഗ് അറ്റ് ദി റിക്വയർഡ് at the original yield to maturity. Thank you.